ഹലോ ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? ഞാൻ അവിടെ കൊല്ലത്താണ് താമസം കേട്ടോ. ഞാൻ കൊല്ലത്തു നിന്ന് ഞാനിപ്പോൾ മലപ്പുറത്തോട്ട് വന്നേക്കാണ്. മലപ്പുറത്തോട്ട് വന്നിട്ടിപ്പോൾ ഒരു മാസം ആവാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു മലപ്പുറത്ത് ഒരു വീട്ടിലൊരു ജോലിക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഇവിടെ വന്ന് അൽഹംദുലില്ലാ നല്ല നല്ല ആളുകളാണ്. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. എല്ലായിടത്തും നല്ല നല്ല ആളുകളാണ് കേട്ടോ. അൽഹംദുലില്ലാ നല്ല സ്നേഹമുള്ള നല്ല ആളുകൾ, നല്ല സഹകരണമുള്ള നല്ല ആളുകളാണ് കേട്ടോ. നല്ല മനസ്സുള്ള നല്ല ആളുകളാണ് ഇവിടെ ഞാൻ കണ്ടിടത്തോളം വെച്ച്. ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ ജനിച്ച സ്ഥലമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് വന്ന സ്ഥലം എനിക്ക് മലപ്പുറമാണ്. എന്നാലും അങ്ങനെ എൻ്റെ നാടിനെ ഞാൻ കുറ്റമൊന്നും പറഞ്ഞതല്ല. അൽഹംദുലില്ലാ എല്ലാം എനിക്ക് എൻ്റെ നാടും എല്ലാം എനിക്ക് സന്തോഷമാണ്. എന്നാലും ഇച്ചിരി മനുഷ്യരെയൊക്കെ നല്ല സ്നേഹമുള്ളവർ ഞാൻ കണ്ടിട്ട് ഇവിടെ കുറേ നല്ല മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. പടച്ചോൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ ഒരു പ്രസവ കേസായിട്ട് കുട്ടീനെ നോക്കാനായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. കുട്ടീനെ തള്ളനെ നോക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സ് മടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കുള്ള ഡ്രസ്സെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഈ ഡ്രസ്സല്ല, അവർക്ക് ഈ പമ്പേഴ്സ് നമ്മൾ തുണി വെച്ച് കെട്ടി കൊടുക്കുമല്ലോ, തുണി കീറിയിട്ട്. എപ്പോഴും പമ്പേഴ്സ് വെച്ചാൽ കുട്ടികൾക്ക് കേടാണെന്ന് വന്നിട്ട് അവരിവിടെ ഞാനൊരു വെള്ളം മുണ്ട് എടുത്തിട്ടതാ ഇത്ര നീളം വീതിയായിട്ടൊരു കഷ്ണമായിട്ട് ഞാൻ കീറി എടുത്തേക്കാണ്. ഇത് കണ്ടോ കണ്ടോ, എല്ലാവർക്കും ഒരു ഉപകാരമായി കിട്ടാൻ വന്നിട്ട് ഞാൻ ഇടുന്നതാണ് ഇത് കേട്ടോ. ഞാൻ ആ വീതി നീളം ഒരു കണക്കിന് ഒരു കുറച്ച് നീളവും കുറച്ച് വീതിയൊക്കെ ആയിട്ട് എടുത്തിട്ട് തേണ്ട അതിന് ഞാൻ വേണ്ട ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് ഞാൻ അതിനിങ്ങനെ അങ്ങോട്ട് മടക്കുകയാണ് കേട്ടത്. ഇപ്പോൾ രണ്ട് കഷ്ണമാക്കി മടക്കിയപ്പോൾ അത് ഇത്ര വീതിക്കും ഇത്ര നീളത്തിനും തന്നെ അതിനെ നമുക്ക് കിട്ടിയേക്കാണ്. അതിന് ഞാനിപ്പോൾ മടക്കാൻ പോകണമെന്ന് വെച്ചാൽ അതാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു മടക്കി കണ്ടതാ ഒന്ന് മടക്കി, പിന്നെ വേണ്ട അതിനെ രണ്ടാമതൊരു മടക്കും കൂടെ മടക്കി, ഇത് കണ്ടോ മൂന്നാമതും മടക്കി, പിന്നെ അതിനെ ഇങ്ങനെ നമ്മൾ എന്താ നാലാമത് മടക്കി നമുക്കിത് ഇത്ര തുമ്പ് ബാക്കിയിടുക. ഇത്ര തുമ്പ് മതി കേട്ടോ. ഇത്ര തുമ്പ് ബാക്കിയിട്ട് അതിനെ നമ്മൾ ഈ തുണി ഇങ്ങനെ തിരിച്ച് ഇതേണ്ട ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട്, ഇതിപ്പോൾ രണ്ട് തുമ്പാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്, രണ്ട് തുമ്പാണ് ഉണ്ടത്. ഈ രണ്ട് തുമ്പിനെ ചെരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിന് നമ്മൾ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ഞാൻ മടക്കിയിട്ട് നമ്മൾ അതിനെ നേരെ എടുത്ത് തിരിച്ചിട്ടിപ്പോൾ കേട്ടോ. തിരിച്ചിട്ടിട്ട് വേണ്ട നമ്മൾ അതിനെ ഒരു തിരിപ്പൂടി തിരിച്ചത് ഇങ്ങനെ വെച്ചിട്ട്, ഇത് കണ്ട നല്ല ബമ്പേഴ്സ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് കുറേ ഭാഗം തുണിയും ഈ അറ്റം രണ്ട് സൈഡ് കെട്ടാനായിട്ട് നല്ല പരുവത്തിനായിട്ട് നമുക്കിപ്പോൾ ഇത് കിട്ടിയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചിടുക നമ്മൾ. നന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കുട്ടീനെ ഇവിടെ ഇങ്ങനെ കുട്ടിയുടെ ബാക്ക് വശം ഇങ്ങനെ വരുന്ന പോലെ ഇവിടെ ഇങ്ങനെ കിടത്ത്, എന്നിട്ട് അത് അവൾക്ക് നന്നായിട്ട് നമ്മൾ ബാക്ക് വശത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുണി ഇങ്ങനെ ഫ്രണ്ടോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇത് കണ്ടോ, ഈ കെട്ട് നമ്മൾ അതിനിങ്ങനെ വയ്ക്കുക. നമുക്ക് കുട്ടീനെ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി കൊടുക്കുമ്പോൾ കുട്ടി അപ്പിയിട്ടാലും മൂത്രമൊഴിച്ചാലും ഒരു 2 പ്രാവശ്യമൊക്കെ ഇതിനകത്ത് തന്നെ സേഫായിട്ടിരിക്കും, തറയിൽ പോകത്തില്ല, നല്ല വൃത്തിയായിരിക്കും. നമുക്ക് എപ്പോഴും തന്നെ ഇതുണ്ട്. ഞാൻ കുറേ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ കുറേ ഇവിടെ ഞാൻ മടക്കി സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ കുറേ മടക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് എൻ്റെ ജോലി വെച്ചാൽ എൻ്റെ ഇവിടുത്തെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കുറേ ജോലിയെല്ലാം ഒഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്തിന് ഈ തുണികളെല്ലാം മടക്കി പറക്കി അടിക്കാനുള്ള വൃത്തിയായിട്ട് ഞാൻ വെച്ചേക്കും. കാരണം നമ്മുടെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും, അപ്പോഴായിരിക്കും കുട്ടി ഉണർന്ന്, എന്നിട്ട് എൻ്റെ ഇങ്ങനെ മടക്കിയിട്ടത് ഇങ്ങനെ മടക്കിയിട്ട് നല്ല ഭദ്രമായിട്ട് എടുത്ത് ഇങ്ങനെ മടക്കി അങ്ങ് വയ്ക്കുക. ഇത് കണ്ടോ, അപ്പം കണ്ടോ നല്ല മോഡലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് തുണികളിങ്ങനെ നല്ല അടിപൊളി മോഡലായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാതെ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തുക, ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നിവർത്തുക, ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഇടേണ്ട എത്ര നല്ല രസമായിട്ട് വന്നിട്ടാണ് പറയുന്നത്. നടുക്ക് ഭാഗത്ത് ഇത്രയും പാമ്പേഴ്സ് പോലെ ഉണ്ടാവും. അതിനിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക കുട്ടിക്ക് നമ്മൾ. വളരെ നല്ല എളുപ്പമുള്ള പടം. അല്ല നമ്മൾ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കഭ്രാന്തരോടൊക്കെ ചില വന്നിരിക്കുന്നത് അന്നേരം ഒരു തുണി എടുത്ത് മടക്കിയെടുക്കുക, അതിനേക്കാളൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ ഒരു സംഭവം കേട്ടോ. അങ്ങനെ എനിക്കെൻ്റെ ഇവിടെ കുറേ മടക്കാൻ കിടക്കുകയാണ്. എൻ്റെ ഇഷ്ടംപോലെ തുണികൾ മടക്കി വെക്കാൻ കിടക്കുകയാണ്. എന്തോരം മാറ്റിയാലാണെന്നറിയാം ഒരു ദിവസം കുറേ മാറ്റമുണ്ട്. അങ്ങനെ കുറേ ഞാൻ എല്ലാം തിരുമ്പി, ഇന്നിപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു വെയിൽ കിട്ടി, മഴയൊക്കെ കഴിഞ്ഞിട്ട് വെയിൽ കിട്ടി. ഞാനെല്ലാം മടക്കി എടുത്തുകൊണ്ടൊന്ന് വെച്ചേക്കാണ്. ഇടണം പിന്നെ മടക്കി എടുത്ത് ഇനി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ച് വേണ്ട വെന്നാലും വിളിക്കുന്നുണ്ട് അവിടെ കിടന്ന് സാറ് മൂത്രമൊഴിച്ചിട്ടാവും. ഇനിയിപ്പോൾ പോയിട്ട് എല്ലാം മാറ്റി വൃത്തിയാക്കി കൊടുക്കണം. അൽഹംദുലില്ലാ വീട് നല്ലതാണ്, നല്ല കുട്ടികളാണ്. ഈ വീട് എനിക്ക് കിട്ടിയത് വളരെ സന്തോഷമാണ്. പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം അൽഹംദുലില്ലാ എനിക്ക് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട്
നല്ല ആളുകൾ എന്നെ തന്നെയാണ് കിട്ടുന്നത് എല്ലാം. പിന്നെ ഞാനും അവരുടെ അടുത്ത് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. അത്രയും നല്ല സ്നേഹത്തോടെ നല്ല ഇഷ്ടത്തോടെ ഞാൻ അവരെ എൻ്റെ ജോലി കഴിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോൾ അവിടെ പോയി വെറുതെ ഇരിക്കുമൊന്നുമില്ല. അല്ലെ ഹോം നേഴ്സൊക്കെ വരുമ്പോഴത്തേക്കിന് അവരുടെ ജോലി കഴിഞ്ഞിട്ട് തള്ളേനെ കുട്ടിനെ കുളിപ്പിച്ച് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ പോയി വെറുതെ ഇരിക്കും. പക്ഷെ ഞാനങ്ങനെ ഒരിക്കലും ഇരിക്കത്തില്ല. ഞാൻ എൻ്റെ വീട് പോലെ കണ്ടിട്ട് അവരെയും കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യും, സഹായിക്കും ഒക്കെ ചെയ്തിട്ട് ആണ് ഞാനിവിടെ വന്ന് ഇരിക്കത്തുള്ളൂ. എൻ്റെ ജോലി കഴിയുമ്പോൾ ഞാൻ വെറുതെ വന്നിരിക്കുന്നതുപോലെ വീഡിയോ ചിലപ്പോഴൊക്കെ ലൈവ് ഇടാൻ, ഇപ്പോൾ ലൈവ് അങ്ങനെ ഞാൻ ഇടുന്നില്ല. ലൈവ് ഇടാൻ എനിക്ക് ടൈം കിട്ടത്തില്ല. ചിലപ്പോൾ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവരാരെങ്കിലും കുടുംബക്കാരാണ്, അവരാരെങ്കിലും ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് പെട്ടുപോയാൽ അത് മോശമല്ലേ, നമുക്കത് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നാളെ ഞാനൊരു ലൈവ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ മോൾ ഓടിക്കയറി വന്നു. കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അവൾ ഓടിക്കയറി പിന്നെ എനിക്ക് ലൈവ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അവർക്ക് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ഒരിക്കലും നമ്മൾ നിൽക്കുന്ന വീട്ടുകാർക്ക് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. നമ്മൾ ചെല്ലുന്ന വീട്ടുകാർ നമ്മൾ അതേപോലെ തന്നെ, നമ്മളെ അതുപോലെ തന്നെയാണ് ഞാനും അതുപോലെ തന്നെയാണ് അവരെയും കാണുന്നത്. അൽഹംദുലില്ലാ എന്തെല്ലാം റാഹത്താണ്. എല്ലാവരും ദുആ ചെയ്യുക. ഞാൻ അടുത്ത ഞായറാഴ്ച ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് വീട്ടിലെ ജോലി അടുത്ത ഞായറാഴ്ച ഉണ്ട് ജോലി കഴിയുന്നതാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടിൽ പോയിട്ട് ലൈവൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എല്ലാവരും ലൈവിൽ വരികയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കുറേ സബ് എന്നെ മേടിച്ച് കൂട്ടിയിട്ടൊന്നും ഒരു ഉപയോഗമില്ല നമ്മുടെ വീഡിയോ കൊണ്ട്. നമ്മളിപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട്. യൂട്യൂബ് മാറ്റം വരുത്തി ഇനി എൻ്റെ വീഡിയോ അടിച്ചു പോകുമെന്നൊന്നും എനിക്കറിയില്ല. പോയാലും എല്ലാ അള്ളാൻ്റെ കയ്യിൽ, പിന്നെ യൂട്യൂബ് മാമൻ്റെ കയ്യിൽ, യൂട്യൂബ് മാമെന്ന് പറയുമ്പോൾ യൂട്യൂബ് മാമൻ്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട്. ആരും പേടിക്കുകയൊന്നും വേണ്ട. കിട്ടിയില്ലേ പോയി. ഇപ്പോൾ എന്തൊരു ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനും കുറേ ഇട്ട വീഡിയോ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് യൂട്യൂബ് ഇപ്പോൾ തീർത്ത് പറഞ്ഞേക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിപ്പം നമ്മൾ ഇതിൽ വെച്ച് നമ്മുടെ വോയിസ് വെച്ച് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുക. മറ്റുള്ളവരൊന്നും കടമെടുത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ കഴിവിനെ നമ്മൾ തെളിയിക്കുക എന്നാണ് യൂട്യൂബ് മാമൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ടൊക്കെ നല്ല കണ്ടൻറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ 5 കൊച്ചുമക്കളുണ്ട് എനിക്ക് കേട്ടോ. ഞാൻ എൻ്റെ 5 കൊച്ചുമക്കളും കൂടെ ഇനി അങ്ങനെ നല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഞാനും എൻ്റെ മോളുടെ കുട്ടികൾ 3 പെൺകുട്ടികളാണ്. 3 പേരുണ്ട്. ഒന്ന് സുൽത്താന ഫാത്തിമ, ഒന്ന് ആയിഷ ലുബാബ, ഒന്ന് ഇൻഷ ലുബാബ. മോനിക്ക് 2 കുട്ടികളാണ്, മുഹമ്മദ് സുഫിയാൻ, സുബ്ഹാന ഫാത്തിമ. അങ്ങനെ എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. ഞാനും എൻ്റെ 5 കൊച്ചുമക്കളൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനും ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട്, ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അള്ളാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ.